തിയറി ഓഫ് സ്ട്രക്ചേഴ്സിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോർഷൻ ഇക്വേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഹോളോ സർക്കുലർ ഷാഫ്റ്റ് 25 mm outside diameter and thickness of metal 2.5 mm is subjected to a torque of 60 Newton meter. Find the shear stress at the outer and inner faces of the cross section of the shaft. Okay. നമുക്ക് ആദ്യം ഇതിന്റെ ഫിഗർ വരച്ചു നോക്കാം. ഹോളോ സർക്കുലർ സെക്ഷൻ, ഹോളോ സർക്കുലർ ഷാഫ്റ്റ്. അപ്പോൾ ഡയമീറ്റർ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻ വ്യൂ ആണ്. ഹോളോ സർക്കുലർ 25 mm diameter, outer diameter, and thickness of metal of 2.5 mm. അപ്പോൾ thickness പറയുമ്പോൾ thicknessന്റെ കട്ടി, ഓക്കെ, ഈ thickness 2.5 mm, അത് ത്രൂ ഔട്ട് 2.5 mm. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇന്നർ ഡയമീറ്റർ കണ്ടെത്തണം. അപ്പൊ ഇന്നർ ഡയമീറ്റർ കണ്ടെത്തുമ്പോൾ എന്താണ് മാറ്റം വരിക? ഇത് ഫുൾ 25 ആണ്. ഇന്നർ പറയുമ്പോൾ 25 മൈനസ് 2.5 പ്ലസ് 2.5 20 mm വരും. എങ്ങനെയാണുള്ളത് നോക്കാം. d is equal to 25 mm, സ്മോൾ d is equal to 25 ആണ് ഔട്ടർ മൈനസ് ഈ 2.5, അതുപോലെ തന്നെ ഈ 2.5 കുറയ്ക്കുക, അല്ലെങ്കിൽ ഇത് രണ്ടിനും സം ചെയ്തിട്ട് ഈ 25 നിന്ന് കുറക്കുക. അതാണ് ചെയ്തിട്ടുള്ളത്. 20 mm. ഓക്കെ, then the thickness of shaft, ഓക്കെ, അത് t എന്നുള്ളതാണ് thickness. t is equal to 2.5 mm is subjected to a torque of 60 Newton meter. Torque എന്ന് പറഞ്ഞാൽ t is equal to 60 Newton meter. ഓക്കെ, നമുക്ക് ന്യൂട്ടൺ mm ലാണ് വേണ്ടത്. അപ്പൊ 60 into 1000 ചെയ്താൽ മതി. ന്യൂട്ടൺ mm ലായി. ന്യൂട്ടൺ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ന്യൂട്ടണിലാണ്. കിലോ ന്യൂട്ടൺ ആയിരുന്നെങ്കിൽ കൺവേർട്ട് ചെയ്യണമായിരുന്നു. ന്യൂട്ടൺ mm, 60 into 1000 ന്യൂട്ടൺ mm. ഓക്കെ, then അടുത്ത് ഫൈൻഡ് ദി ഷിയർ സ്ട്രെസ്. അവിടെയാണ് കേസ്. ഫൈൻഡ് ദി ഷിയർ സ്ട്രെസ് അറ്റ് ദി ഔട്ടർ ആൻഡ് ഇന്നർ ഫേസ് ഓഫ് ദി ക്രോസ് സെക്ഷൻ. ഷിയർ സ്ട്രെസ്സിനെ അറ്റ് ദി ഔട്ടർ എൻഡും അതുപോലെ ഇന്നർ ഫേസ് ഓഫ് ദി ഔട്ടർ ഫേസും ഇന്നർ ഫേസ് ഓഫ് ദി ക്രോസ് സെക്ഷൻ ഓഫ് ഷാഫ്റ്റ് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത തേർഡ് കേസ് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്തത് അതുപോലെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ ഇക്വേഷൻ t/j is equal to qs/r is equal to g(θ/l). ഇതില് കണ്ടുപിടിക്കുന്നത് ഷിയർ സ്ട്രെസ് ആണ്, qs. ഞാൻ ആ ടേം എടുത്ത് മാറ്റി എഴുതിയിട്ടുണ്ട്. qs/r is equal to g നമുക്കറിയില്ല, തീറ്റ എന്ന് അറിയില്ല, അപ്പോൾ ടേം യൂസ് ചെയ്യാൻ പറ്റില്ല. ടിയും ജെ നമുക്കറിയാം, ടി അറിയാം, തന്നിട്ടുണ്ട്. ജെ ഡി തന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ t/j എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം, t/j. ഇനി ഇക്വേഷൻ ഒന്ന് മാറ്റുകയാണെങ്കിൽ qs is equal to t/j into r. ഓക്കെ, അങ്ങനെ കിടക്കുന്നു. ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ജെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ ജെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കാം. j is equal to pi/32 into d raised ഹോളോ സർക്കുലർ സെക്ഷൻ അല്ലേ, അപ്പൊ d raised to 4 minus d raised to 4 ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. pi/32 into ക്യാപിറ്റൽ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 raised to 4 minus സ്മോൾ d 20 raised to 4, 22.56 mm raised to 4. ഓക്കെ, j is equal to 22,641.56 mm raised to 4 ആണ് ഡയറക്റ്റ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, then നമുക്ക് സോൾവ് ചെയ്ത് തുടങ്ങാം. ലാസ്റ്റ് എഴുതി വെച്ച ഇക്വേഷൻ ഇതാണ്. ഷിയർ സ്ട്രെസ് ഈക്വൽ ടു t/j into r. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് വരുന്നുണ്ട്, ഔട്ടർ ആൻഡ് ഇന്നർ ഫേസ് ഓഫ് ദി, ഔട്ടർ ഫേസും ഇന്നർ ഫേസും. അപ്പൊ നമുക്ക് രണ്ട് ആറ് വരും. ഞാൻ ഫസ്റ്റ് ഇക്വേഷന് ഔട്ടർ ഫേസ് ഇതാണ്. ഷിയർ സ്ട്രെസ് അറ്റ് ഔട്ടർ ഫേസ് എന്ന് വരുമ്പോൾ റേഡിയസ് ഈക്വൽ ടു മാക്സിമം 25 അല്ലേ,
25/2 അതാണ് ഔട്ടർ ഡയമീറ്റർ 25/2 എന്ന് പറഞ്ഞാൽ റേഡിയസ് കാണാൻ വേണ്ടിയിട്ട് 12.5 mm. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, റേഡിയസ് വരും. QS T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 × 1000 ബൈ J എന്ന് പറഞ്ഞാൽ 22,641.56 ഇൻറ്റു R എന്ന് പറഞ്ഞാൽ 12.5. ഓക്കെ, ഇത് സോൾവ് 33.12 ന്യൂട്ടൺ പെർ mm². അപ്പോ ഷിയർ സ്ട്രെസ് അറ്റ് ഔട്ടർ ഫേസ് ആയി. ഔട്ടർ ഫേസ് പറയുമ്പോൾ റേഡിയസ് ഔട്ടർ ഡയമീറ്ററിന്റെ റേഡിയസ് എടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. ഇനി ഷിയർ സ്ട്രെസ് ഒരു കാര്യം കൊണ്ട് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഷിയർ സ്ട്രെസ് അറ്റ് ഇന്നർ ഫേസ്, അതായത് R = ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്മോൾ r യൂസ് ചെയ്യാം. കാരണം ക്യാപിറ്റൽ R സ്മോൾ r യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം സ്മോൾ d ക്യാപിറ്റൽ D. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ വരാ D = 20 ആണ്. 20/2 10 mm. ഓക്കെ, ഇതിന്റെ ആൻസർ എത്ര നോക്കാം. QS = T സെയിം ആണ്, 60 × 1000 ഡിവൈഡഡ് ബൈ J = 22,641.56 ഇൻറ്റു R ഇവിടെ മാറിയിട്ടുണ്ട്, സ്മോൾ r ആണ്, 10 mm. സോൾവ് 26.5 ന്യൂട്ടൺ പെർ mm². അതിന്റെ ആൻസർ ലഭിക്കുക. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഷിയർ സ്ട്രെസ് ഔട്ടർ ഫേസും ഇന്നർ ഫേസും സോൾവ് സെപ്പറേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പോളാർ ഫിനിഷ് J കാണുന്ന സമയത്ത് ഹോളോ സർക്കുലർ സെക്ഷൻ ആണ്. അത് സെപ്പറേറ്റ് അല്ല, ഡിയും സ്മോൾ ഡിയും സെപ്പറേറ്റ് കണ്ടെത്തിയിട്ട് J കണ്ടെത്തേണ്ടി വരും. പിന്നെ കിലോമീറ്റർ ന്യൂട്ടൺ കൺവേർട്ട് ചെയ്യുക, മീറ്റർ mm എല്ലാം കൺവേർട്ട് ചെയ്ത് ഒരു രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്നുള്ളത്, ഷിയർ സ്ട്രെസ് അറ്റ് ഔട്ടർ ഫേസ് ഇന്നർ ഫേസ് എന്ന് പറയുമ്പോൾ ഔട്ടർ ഫേസിൽ ഔട്ടർ ഡയമീറ്ററിന്റെ റേഡിയസ് എടുക്കുക, ഇന്നർ ഫേസ് പറയുമ്പോൾ ഇന്നർ ഡയമീറ്ററിന്റെ റേഡിയസ് എടുത്തിട്ട് സോൾവ് ചെയ്യാം. ഏതായാലും ഈ ക്വസ്റ്റ്യൻ അവസാനിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.